ചിക്കൻ പ്രേമികളാണോ? കോഴിയുടെ ഈ ഭാഗങ്ങൾ കഴിക്കരുത്. ചിക്കൻ വിഭവങ്ങൾ മലയാളികളുടെ ഭക്ഷണമേശയിലെ സ്ഥിരം സാന്നിധ്യമാണ്. പ്രോട്ടീന്റെ മികച്ച ഉറവിടമായ ചിക്കൻ ആരോഗ്യകരമായ ഭക്ഷണമാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ കോഴിയുടെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ആരോഗ്യത്തിന് ഗുണകരമല്ല എന്നതാണ് പലർക്കും അറിയാത്ത സത്യം. വറുത്ത ചിക്കന്റെ തൊലി മുതൽ കോഴിയുടെ കഴുത്തും ആന്തര അവയവങ്ങളും വരെ പലർക്കും പ്രിയപ്പെട്ട വിഭവങ്ങളാണ്. അമിതമായ കൊഴുപ്പും ബാക്ടീരിയയുടെ സാന്നിധ്യവും മൂലം കോഴിയുടെ ചില ഭാഗങ്ങൾ സ്ഥിരമായി കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. അതിനാൽ കോഴിയിറച്ചി തിരഞ്ഞെടുക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും കൂടുതൽ ശ്രദ്ധ വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വറുത്ത ചിക്കൻ വിഭവങ്ങളിൽ പലപ്പോഴും തൊലിയോടെയാണ് കോഴിയിറച്ചി ഉപയോഗിക്കുന്നത്. എന്നാൽ കോഴിയുടെ തൊലിയിൽ കൊഴുപ്പിന്റെ അളവ് കൂടുതലായതിനാൽ ഇത് പതിവായി കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിക്കാനും കൊളസ്ട്രോൾ ഉയരാനും ഹൃദ്രോഗ സാധ്യത പ്രശ്നങ്ങൾക്ക് സാധ്യത കൂട്ടാനും ഇടയാക്കും. കൂടാതെ ബാക്ടീരിയ വളരാൻ കൂടുതൽ സാധ്യതയുള്ള ഭാഗങ്ങളിലൊന്നാണ് കോഴിയുടെ തൊലിയെന്നും വിദഗ്ധർ പറയുന്നു. കോഴിയുടെ കഴുത്തും കാലുകളും ഉപയോഗിക്കുന്നവർ അവ നന്നായി വൃത്തിയാക്കിയെന്ന് ഉറപ്പാക്കണം. ശരിയായ ശുചീകരണമില്ലെങ്കിൽ അഴുക്കും രോഗാണുക്കളും അവശേഷിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ ഈ ഭാഗങ്ങൾ പാചകം ചെയ്യുന്നതിന് മുമ്പ് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. കോഴിയുടെ തലയിൽ മലിനീകരണത്തിന്റെയും ചില വിഷാംശങ്ങളുടെയും സാന്നിധ്യത്തിന് സാധ്യതയുണ്ടെന്നാണ് ചില വിദഗ്ധരുടെ അഭിപ്രായം. അതിനാൽ പലരും ഈ ഭാഗം ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. കോഴിയുടെ ശ്വാസകോശം, കുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങൾ പൂർണ്ണമായും വൃത്തിയാക്കുക പ്രയാസകരമാണ്. അവയിൽ ചില രോഗാണുക്കൾ നിലനിൽക്കാൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷിതമായി ശുചീകരിക്കുകയും നന്നായി വേവിച്ച ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം. ചിക്കൻ എല്ലായ്പ്പോഴും വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് വാങ്ങുക. നന്നായി വൃത്തിയാക്കി ആവശ്യമായ താപനിലയിൽ പൂർണ്ണമായും വേവിച്ച ശേഷം മാത്രം കഴിക്കുക. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പാലിക്കുന്നതിനൊപ്പം കൊഴുപ്പ് കൂടുതലുള്ള ഭാഗങ്ങൾ പരമാവധി ഒഴിവാക്കി കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിയിലധികം ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് നിയന്ത്രിക്കാം.